ആപ്കി അദാലത്തിൽ ജാവേദ് അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം ഒരു പകുതി രാഷ്ട്രീയക്കാരനാണ്. താങ്കൾ ഒരു പകുതി രാഷ്ട്രീയക്കാരനാണ്, അതായത് റിലേറ്റഡ് പൊളിറ്റീഷ്യൻ. താങ്കൾ രാഷ്ട്രീയത്തിൽ ഒരു കാൽ വെക്കുമ്പോൾ രണ്ട് കാൽ പിന്നോട്ട് വലിക്കുന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ കാര്യം വെച്ചപ്പോഴാണ് കണ്ടത്. താങ്കൾ വെസ്റ്റ് ബാങ്കിൽ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടു. അതായത് ഡെമോക്രസിയിലെ ഓരോ ജനങ്ങളും രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആയിരിക്കും. വോട്ട് ചെയ്യുന്നത് പോലും ഒരു കണക്കിന് രാഷ്ട്രീയമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യും, മറ്റതിനിടത്തില്ല. അതായത് രാഷ്ട്രീയത്തിൽ ഓരോ സിറ്റിസണും എന്തായാലും ഇൻവോൾവ് ആയിരിക്കും, അല്ലെങ്കിൽ ആവണം. ചില സമയത്ത് നമുക്ക് തോന്നുമ്പോഴൊക്കെ, അതായത് ഇപ്പോൾ സംസാരിച്ചാൽ ശരിയായിരിക്കും, ജനങ്ങൾ നമ്മളോട് വിശ്വാസം വയ്ക്കുകയാണെങ്കിൽ, സ്നേഹം കാണിക്കുകയാണെങ്കിൽ, അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് സത്യമെന്ന് തോന്നുന്നത് നമ്മൾ ജനങ്ങളോട് പറയണം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിനുള്ളിൽ രാഷ്ട്രീയത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു കാൽ മുന്നോട്ട് വെക്കുന്നു. അതായത് നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നതാണെങ്കിൽ ആ രാഷ്ട്രീയം എനിക്ക് വേണ്ട. എനിക്കതിൽ നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒരു പാർട്ടിയിലും ചേരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു പൗരനാണ്. ഞാൻ ചിന്തിക്കുന്നു, കാണുന്നു, പറയുന്നു. താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവരുടെ നിയന്ത്രണത്തിൽ വരാൻ താല്പര്യമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ശരിയായിട്ടാ പറഞ്ഞേ. അപ്പോൾ അവരുടെ സത്യം എന്റെ സത്യമായിട്ട് തീരും. അതെനിക്ക് വേണ്ട. ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വസിക്കുന്ന കാര്യം മാത്രമേ സംസാരിക്കൂ. എനിക്കൊരു കാര്യം തെറ്റായിട്ട് തോന്നിയാൽ അത് ഞാൻ പറയും. സത്യമായിട്ട് തോന്നിയാൽ അതും ഞാൻ പറയും. ഒരുപക്ഷെ ഞാൻ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ, പാർട്ടി എന്നോട് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ, സംസാരിക്കണമെന്ന് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഇന്നിവര് നാളെ അവര്. എന്ത് ശരിയെന്ന് തോന്നുന്നു അത് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ പാർട്ടിയിൽ നോക്കുകയാണെങ്കിൽ കളറൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. പൊളിറ്റിക്കൽ എക്സ്പെക്ടൻസി. ഇപ്പോൾ ഇത് പറയാൻ പാടില്ല എന്ന് പറയും. ഞാൻ എന്തിനാ ഭയപ്പെടുന്നേ? ഞാനാണോ വോട്ട് ചോദിക്കാൻ പോകുന്നത്? അതുകൊണ്ട് എൻ്റെ മനസ്സിന് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ പറയും. അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണസമയത്ത് താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നു ഇവർ നന്നായിട്ടാണ് ഭരിക്കുന്നതെന്ന്. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. അതിനുള്ള എവിഡൻസ് ഉണ്ട്, ഞാൻ കാണിക്കാം. താങ്കളോട് ചോദിച്ച ചോദ്യം, BJP ഇപ്പോൾ ഭരണത്തിലുണ്ടോ? 18 പാർട്ടികൾ ചേർന്ന ഒരു ഭരണമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അതിന് താങ്കൾ പറഞ്ഞ ഉത്തരം ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ BJPയുടെ എതിരികൾ പോലും ഇത് അംഗീകരിക്കണം. ആ പാർട്ടിയുടെ നേതൃത്വം വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമാണ്. രാഷ്ട്രീയത്തിൽ അവർ കഴിവ് തെളിയിച്ചവരാണ്. അതുകൊണ്ട് ഈ കൂട്ടുകക്ഷി ഭരണം പെട്ടെന്ന് പോകില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ നല്ലവരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അത് തന്നെയാണ് പറയുന്നത്. ഭരിക്കുന്നുണ്ട്. ഇല്ല, ഭരണം മുഴുവൻ വർഷവും ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാനത് തെറ്റായിട്ട് പറഞ്ഞേ? താങ്കൾ അവരെ നല്ലവരെന്ന് പറഞ്ഞായിരുന്നോ? അവരുടെ പോളിസി ശരിയാണെന്ന് പറഞ്ഞോ? അവരെ കഴിവുള്ളവരാണെന്ന് പറഞ്ഞു. നോക്കൂ, താങ്കൾ ഒരു വിഡ്ഢിക്ക് പോലും കഴിവുള്ളവനായിട്ടിരിക്കാൻ സാധിക്കും. ഇനിയും പറയുകയാണെങ്കിൽ തെറ്റുമാത്രം ചെയ്യുന്നവനോ? അവനും ഒരു കഴിവുള്ളവനായിട്ടിരിക്കാൻ സാധിക്കും. ഒരു അഴിമതിക്കാരനും കഴിവുള്ളവനായിട്ടിരിക്കാൻ സാധിക്കും. ഒരു സത്യസന്ധനും അതുപോലെ തന്നെ കഴിവുള്ളവനായിട്ടിരിക്കാൻ സാധിക്കും. ഇപ്പോൾ മായാജാലം കൊണ്ട് താങ്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതല്ല. ഇല്ലല്ല, ഞാൻ അവരെ നല്ലവരെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ പുകഴ്ത്തിയോ? അവരുടെ ലക്ഷ്യങ്ങൾ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞോ? ഞങ്ങൾ കരുതി താങ്കൾക്കും അടൽ ബിഹാരി വാജ്പേയിക്കും എന്തോ ഗോളിയർ ബന്ധമുണ്ടെന്ന്. അത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. അത് വേറൊരു കാര്യമാണ്. ഞാനിപ്പോൾ രാഷ്ട്രീയത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ ഒരു കാര്യവും മറച്ചു വച്ചിട്ടില്ല. ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്, TV കൊടുത്തിട്ടുണ്ട്, പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. വാജ്പേയി സാറായാലും, അദ്വാനി സാറായിരുന്നാലും, പ്രൈം മിനിസ്റ്റർ ആയിരുന്നാലും, ഹോം മിനിസ്റ്റർ ആയിരുന്നാലും അവരെ പേര് പറഞ്ഞ് ഞാൻ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഗുജറാത്തിൽ സംഭവിച്ചതിന് ശേഷം അതൊരു ഗോളിയർ സംഭവമല്ല. പക്ഷേ ജാവേദ് സാർ, താങ്കൾക്ക് രണ്ട് സൈഡിൽ നിന്നും അടി വീഴുമല്ലോ. വീണോട്ടെ, അതിനിപ്പോൾ എനിക്കെന്താ പ്രശ്നം? ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം, ചില മുസ്ലിം നേതാക്കന്മാർ താങ്കൾക്കെതിരായിട്ട് കുറ്റം ആരോപിച്ചിട്ടുണ്ട്. അവര് നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. ഇല്ല, നിങ്ങൾ പറയും. അവർ പറയുന്നത് ജാവേദ് അക്തറിനും റീഫോമിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്കും തലാഖിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശമില്ല. അക്തർ മുസ്ലിം ലോ അനുസരിച്ച് കല്യാണം നടത്തിയോ? കോർട്ടിൽ രജിസ്റ്റർ മാരേജ് അല്ലേ അദ്ദേഹം ചെയ്തത്? മുസ്ലിം ലോ ഫോളോ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അർഹതയുമില്ലെന്നാണ് അവർ പറയുന്നത്. ഇതിന് ഞാനിപ്പോൾ എന്ത് മറുപടിയാണ് തരേണ്ടത്? ഇതൊരു മറുപടി കൊടുക്കേണ്ട കാര്യമാണോ? ഒരു ലോയിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ രാത്രി 2 മണിക്ക് ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് അടിച്ച് തെരുവിലേക്ക് എറിയേണ്ട അവസ്ഥ വന്നാൽ ആ അവസ്ഥ ഞാൻ തടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് കേട്ടിട്ട് ഒരാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ കാര്യത്തിന് അങ്ങനെ മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഉറുദു ടൈംസിൽ താങ്കളെക്കുറിച്ച് തുടർന്ന്
20 ആർട്ടിക്കിളും സ്റ്റേറ്റ്മെന്റും ഒക്കെ വന്നിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ജാവേദ് കമ്മ്യൂണിസം ഒക്കെ കളഞ്ഞിട്ട് ആദ്യം പറഞ്ഞോളൂ. ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ഇസ്ലാമിൽ വിശ്വസിച്ചിട്ട് പിന്നെ ഇതെല്ലാം പറഞ്ഞാൽ മതിയെന്ന്. അതായത് ഞാൻ ഇസ്ലാമിന്റെ പറ്റി സംസാരിക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല അതോറിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാനേ പാടില്ല. ഞാൻ മതത്തെ പറ്റി സംസാരിക്കാറില്ല. ഇപ്പോൾ അറിയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങളെ പറ്റി ചോദിക്കണമെന്ന് എനിക്കുണ്ട്. അതായത് ഇപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോയിൽ ഇന്ന് വരെ അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടിയിൽ മകൾക്ക് അർഹതയില്ല. ഇത് ഖുറാന് ചേർന്നതാണോ? അത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനാരെങ്കിലും മറുപടി പറയേ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കല്യാണവുമായി ബന്ധപ്പെട്ട റൂൾസുകൾ അത് സിറിയയില്, ഈജിപ്തില്, ഇന്തോനേഷ്യയില്, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം എന്തുകൊണ്ട് ആ റൂൾസ് വരുന്നില്ല? അങ്ങനെ അത് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മതത്തിന് എതിരാണെങ്കിൽ അപ്പോൾ മറ്റുള്ള നാടുകളിലൊന്നും ഇതൊന്നും മതത്തിന് എതിരായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേക്ക്, ഞാനത് വിട്ടേക്കാം. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കത്തേയില്ല. പക്ഷെ അവരൊക്കെ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ റിഫോംസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രം അത് എന്തുകൊണ്ട് നടക്കുന്നില്ല? അവർ പറയുന്ന കാര്യം ഒന്ന് മാത്രമാണ്, മതത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യത മതം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ്. അത് ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമാണ്. എനിക്കങ്ങനെ പറയാമോ? ജാവേദ് അക്തറിനെ പറ്റി പറയാനുള്ള യോഗ്യത എന്നെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന്? ഇതെന്ത് ലോജിക്കാണ്? അതായത് ഈ കാര്യം മതത്തെ പറ്റിയുള്ളതല്ല. അവർ മതത്തിന് പിന്നിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഞാൻ ആരോടും പോയി പറഞ്ഞിട്ടില്ല. ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും സിഖ് ആയിരുന്നാലും ആരോടും മതം വിടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മതത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സത്യം എന്തെന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങളുടെ മതത്തിനെതിരായിട്ടാണ് ഉള്ളത്. നിങ്ങളുടെ മതത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇനിയും പറയുകയാണെങ്കിൽ സൗദി അറേബ്യ, കുവൈറ്റ് പോലെയുള്ള നാടുകളല്ലാതെ പല മുസ്ലിം രാജ്യങ്ങളിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള പോലുള്ള റൂൾസ് അവിടെയൊന്നുമില്ല. ഇത് ഞാൻ മുസ്ലിം പേഴ്സണൽ ലോയെ പറ്റി മാത്രമല്ല പറഞ്ഞത്. ഹിന്ദു കോഡ് ബില്ലിനെ പറ്റിയും എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. അതിൽ മകൾക്ക്, സ്ത്രീകൾക്ക്, ഭാര്യയ്ക്ക് കിട്ടേണ്ട അർഹതകൾ കിട്ടുന്നില്ല. താങ്കൾക്ക് പേടിയില്ലേ? ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റിന് എതിരായിട്ടും താങ്കൾ സംസാരിക്കുന്നു, മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റിന് എതിരായിട്ടും താങ്കൾ സംസാരിക്കുന്നു. ഇതിൽ പേടിക്കാൻ എന്താ ഉള്ളത്? സത്യമല്ലേ ഞാൻ പറയുന്നത്? താങ്കൾക്ക് തോന്നിയിട്ടില്ലേ രണ്ടുപേർക്കും ദേഷ്യം വന്നാൽ എപ്പോ വേണമെങ്കിലും? അതിനേക്കാൾ സന്തോഷം വേറൊന്നുമില്ല. എനിക്കെന്താ തോന്നുന്ന വെച്ചാൽ ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റിന് എൻ്റെ മേൽ കോപം ഉണ്ടായാലും മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റിന് കോപം ഉണ്ടായാലും അത് ശരിക്കും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് ചെയ്യുന്നവരെന്ന് പറയാൻ സാധിക്കില്ലേ? താങ്കൾ സിനിമകളിലൂടെ വാക്കുകൾ കൊണ്ട് മായാജാലം കാണിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലും മായാജാലം കാണിച്ചുകൂടാ? അതായത് രാഷ്ട്രീയത്തിൽ വാക്കുകളെ വല്ല മനോഹരമായിട്ട് പ്രകടിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ജീവിതമാകട്ടെ, ഈ ലോകമാകട്ടെ വാക്കുകളുടെ മായാജാലത്തിൽ പോകുന്നതല്ല. എൻ്റെ വിഷമം എന്തെന്നാൽ രാഷ്ട്രീയത്തിൽ സത്യം പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ സത്യം പറയുന്നവരും മുഴുവൻ സത്യവും പറയുന്നില്ല, പകുതി മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് മുഴുവൻ സത്യവും പറയുന്നവരാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പകുതി രാഷ്ട്രീയം നടത്താതെ പൂർണ്ണമായും രാഷ്ട്രീയക്കാരനാകാമല്ലോ. ഞാൻ രാഷ്ട്രീയത്തൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊരു സാധാരണമായ മനുഷ്യനാണ്. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. എന്നെപ്പോലെ ഒരാൾ രാഷ്ട്രീയത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ചില കാര്യങ്ങൾ ആരും സംസാരിക്കുന്നില്ല, ചില സത്യങ്ങൾ ആരും തന്നെ സംസാരിക്കുന്നില്ല. ഒരു സാധാരണ പൗരൻ സംസാരിക്കേണ്ടി വരികയാണ്. ജവേദ് സർ, സിനിമ ഇൻഡസ്ട്രിയിലുള്ള ധാരാളം പേർ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ടാണ് ഫേമസ് ആയിരിക്കുന്നത്. അവരോരോരുത്തരും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് രാഷ്ട്രീയത്തിൽ വരാനുള്ള എല്ലാ അർഹതയുണ്ട്. രജിത് ശർമ്മയെ പോലെ. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയത്തിൽ പോകില്ലെന്ന് വാക്കുന്നേക്ക് നോക്കട്ടെ. ഞാൻ സത്യം ചെയ്യാം, ഞാൻ അതെയോ? ഒരിക്കലും പോകില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും പോയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇത്ര പെട്ടെന്ന് വാക്ക് തരുന്നവര് ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിലേക്ക് പോയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കളെപ്പോലെ ഞാൻ ഒരിക്കലും പറയില്ല, അതായത് രാഷ്ട്രീയക്കാർക്ക് ക്യാമ്പയിൻ പോയിട്ട് ഞാൻ അങ്ങനെയുള്ള ആളല്ലെന്ന്. ഇതിലെന്താ തെറ്റുള്ളത്? നിങ്ങൾ നാളെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയും. അങ്ങനെയും പറയാലോ. പക്ഷേ ക്യാമ്പയിൻ പോയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ക്യാമ്പയിൻ ചെയ്യാനുള്ള അർഹത ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും ഉണ്ട്. പക്ഷേ നാളെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി താങ്കളെ രാജ്യസഭയിലേക്ക് അയക്കും. താങ്കളും ഒന്നും ആലോചിക്കാതെ പോയി ഇരിക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയുടെ മെമ്പർ ആകില്ല. പക്ഷെ അവര് താങ്കളെ രാജ്യസഭയിലേക്ക് അയക്കുകയാണെങ്കിൽ താങ്കൾ അത് അംഗീകരിക്കും? ഉറപ്പായിട്ട് അംഗീകരിക്കും. ഞാൻ ഉറപ്പായിട്ട് പോകും. എന്തുകൊണ്ട് പൊയ്ക്കൂടാ? അത്രയ്ക്ക് വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കാമല്ലോ. എനിക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ പറയും. അവിടെ പോയി സംസാരിക്കുകയാണെങ്കിൽ അത് നാട് മുഴുവനും പോയി എത്തുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഈ പ്രോഗ്രാം എത്ര പേര് കാണുന്നുണ്ട്? ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം നാട് മുഴുവനും പോയി എത്തുന്നില്ലേ? ഇതെല്ലാം ജനങ്ങളുടെ അടുത്ത് പോയി എത്തുന്നുണ്ട്. പാർലമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിനെക്കാളും വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാ? അപ്പോ താങ്കൾ പാർലമെന്റിലേക്ക് പോകും, ഞാൻ പോകില്ലെന്നല്ലേ പറയുന്നത്? ഇല്ലല്ല, അങ്ങനൊന്നുമില്ല. ഇല്ലല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു വന്നില്ല. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഞങ്ങളുടെ അവസരം കിട്ടിയാൽ ഞങ്ങളുടെ പോകുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ എന്റെ പിന്നാലെ വന്ന ആരും വാ പോവാം,
അങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രോഗ്രാമിന് ശേഷം തീർച്ചയായിട്ടും ഒരു ഓഫർ വരും. അങ്ങനെ വരട്ടെ, വന്നതിന് ശേഷം സംസാരിക്കാം.